Father, we thank you. Give you glory. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, ദൈവം എല്ലാവരെയും തുണയ്ക്കട്ടെ. എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ദൈവത്തിൽ നിന്നായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെപ്പോഴും അറിയിക്കുന്നത് വേറെ എങ്ങോട്ടേക്കല്ല, ചൂണ്ടുപോലൊക്കെ ക്രിസ്തുവിലേക്കായിരിക്കും. ക്രിസ്തു എപ്പോഴും നിങ്ങൾക്ക് ചൂണ്ടുപോല കാണിക്കുന്ന പിതാവിലേക്കായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും മറിയെ പോലെ ആയിരിക്കണം. മറിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറിയയുടെ അടുക്കിലേക്ക് ഒരു പ്രശ്നമായിട്ട് ആളുകൾ വന്നപ്പോൾ കല്യാണ വീട്ടിൽ വീഞ്ഞില്ലെന്ന് പറഞ്ഞു. മറിയ നേരെ ക്രിസ്തുവിലേക്ക് വേണ്ടി അടുത്തല്ല, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ പോയി ചെയ്യാൻ പറയണം. ഹല്ലേലൂയ. അപ്പം നമ്മളല്ല ഒന്നിനും പരിഹാരം, ക്രിസ്തുവാണ്. ക്രിസ്തു നേരെ പിതാവിങ്കിലേക്ക് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ക്രിസ്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദാ എന്നിലൂടെ പിതാവിങ്കൽ എത്തണം. എൻ്റെ വചനം കേട്ട് എൻ്റെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ട്. ഞാൻ തന്നെ വഴി സത്യം ജീവനമാകുന്നു, എന്നിലൂടെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ആ ഒരു രീതി എന്ന് പറയുന്നത്, ഈ ഒരു സിസ്റ്റം വിട്ട് നമ്മൾ മാറുവാനായിട്ട് ഇടയാകരുത്. അപ്പോൾ ഇത് നമ്മൾ ഒരല്പസമയം നാം മനസ്സിലാക്കാൻ പോകുന്നത് എൻ്റെ വിശ്വാസം. നമ്മൾ രാവിലെ കേട്ട അതേ സംഭവത്തിൻ്റെ എക്സ്റ്റൻഷനാണ് എൻ്റെ വിശ്വാസം. നമ്മൾ രാവിലെ കേട്ടു, എൻ്റെ വിശ്വാസം എൻ്റെ അവകാശത്തിൻ്റെ തടസ്സമായി മാറുന്നുവോ അതോ എൻ്റെ വിശ്വാസം എൻ്റെ അവകാശത്തിലെത്തുവാൻ എന്നെ സഹായിക്കുന്നുവോ? നമ്മൾ അവനവൻ തന്നെ പരിശോധിക്കണം. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം എന്നെ എൻ്റെ ലക്ഷ്യത്തിലെത്തിപ്പാൻ, എൻ്റെ അവകാശത്തിലേക്ക് ഞാൻ എത്തണം. എന്താണ് എൻ്റെ അവകാശം? അറിയോ നിങ്ങൾക്ക്? ക്രിസ്ത്യ ജീവിതത്തിൽ എന്താണ് അവകാശം എന്നറിയാമോ? അറിയാവുന്നൊരു താഴെ എഴുതാം. ഞാൻ ഇവരോടോ പറഞ്ഞ താഴെ എഴുതാൻ, ഓൺലൈനിലുള്ളവരോ കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ പേപ്പറിൽ ഒരു പുസ്തകത്തിൽ എഴുതിക്കോ. എന്താണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അവകാശം? എൻ്റെ മോളെ, ആദ്യമായിട്ട് നിന്നെ കാണുന്നത്, എന്താ അവകാശം അറിയോ? അറിയില്ല എങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ. അവകാശം വെളിപ്പാട് 21:7. അവകാശത്തിലെത്തണം. അവകാശത്തിൽ നാം എത്തണം, അല്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അവകാശത്തിലെത്തണം. 21:7 വായിച്ച്. വെളിപ്പാട് 21:7. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ബൈബിള് തീരുക കേട്ടോ. ബൈബിള് തീരുമ്പോൾ അവകാശത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം എല്ലാം ആരംഭത്തിൻ്റെ പുസ്തകമാണെങ്കിൽ വെളിപ്പാട് പുസ്തകം എല്ലാം അവസാനത്തിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ജയിക്കുന്നവൻ എന്നാ ഉണ്ട്? ജയിക്കുന്നവൻ എന്നാ ഉണ്ട്? അവകാശമുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ നിങ്ങളൊരു അവകാശത്തിലേക്ക് എത്തണം. അവകാശത്തിലേക്ക് എത്തണം. അവകാശത്തിലേക്ക് എത്താതെ നമ്മൾ തള്ളപ്പെട്ടതുകൊണ്ട് എന്ത് ഗുണമാണ്? ആ ഒരു വിശ്വാസം കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം ഉണ്ടായേ? ഒരു പ്രയോജനമില്ല. ഈ ഒരു ജഡജീവിതം കൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ചുമ്മാ ഇങ്ങനെ 3ാം ക്ലാസ്സിൽ വെച്ച് കിൻഡർ ഗാർഡനിൽ പോയി, 4ാം ക്ലാസ്സിൽ വെച്ച് LKG UKG ഒക്കെ പഠിച്ച്, അതിനുശേഷം 4ാം വയസ്സിൽ വെച്ച്, 4ാം ക്ലാസ്സിലല്ല 4ാം വയസ്സിൽ വെച്ച് ഇങ്ങനെ പഠിച്ച്, അതിനുശേഷം 10ാം ക്ലാസ് വരെ ആയി, പിന്നെ ഒരു +2 ഒക്കെ കയറി, പിന്നെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് കുറച്ച് ജോലിക്കൊക്കെ പോയി, ചിലപ്പോൾ IELTS കഴിഞ്ഞ് യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ എവിടെയൊക്കെ ചെന്ന് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച്, ഒരു എഞ്ചിനീയറായി ഡോക്ടറായി കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച്, ഒരു വിവാഹം കഴിച്ച് ഒരു കാറൊക്കെ വാങ്ങിച്ച് കുട്ടികളൊക്കെ ആയി, ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ അവിടെ ഒരു വേദന വന്നു, ഇവിടെ ഒരു വേദന വന്നു. അപ്പോൾ ഒരു ചെക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ പൾസ് ഇത്തിരി വേരിയേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കിടുങ്ങാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ അത് കൂടുതലുണ്ട്, ഇത് കൂടുതലുണ്ട്, പിന്നെയൊക്കെ കുറേയൊക്കെ എക്സസൈസ് എടുത്ത് പിടിച്ചേക്കാൻ നോക്കും. അതിനുശേഷം ഒരു രക്ഷയില്ല. കുറച്ചങ്ങ് മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പല അസുഖങ്ങളായി, ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, പല അസുഖങ്ങളായി പോകുന്നതിൻ്റെ ഇടയ്ക്ക് വയ്യാതെയായി, കണ്ണ് വയ്യ മങ്ങാൻ തുടങ്ങി, ഇതുപോലെ കണ്ണടിയൊക്കെ വയ്ക്കാൻ തുടങ്ങി, അങ്ങനെ തല കറുത്ത മുടിയൊക്കെ വെളുക്കാൻ തുടങ്ങി. സംഭവം മാറി 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 അധികം താമസിയാതെ മുട്ടും അധികം മടങ്ങാതെയായി, നടുവ് അടങ്ങാതെയായി, അങ്ങനെയായി വയസ്സായി പ്രവർത്തിച്ചത് കിട്ടിയത് മുഴുവൻ ബാങ്കിലിട്ടും, അങ്ങനെ പല സ്ഥലങ്ങളും വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു, പെട്ടെന്ന് മരിച്ചു. ഹീറോ ആകാൻ പോയി, അവസാനം സീറോ ആയി. ഒന്നിനും ഈ ജഡജീവിതം കൊണ്ട് എന്നാ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അതാണ് ഇങ്ങനെ ചുക്കിച്ചുളി ഇങ്ങനെ പോകും, കണ്ടോ, ചുക്കിച്ചുളി ഇങ്ങനെ പോകും. എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ ക്രിസ്തുവിലൂടെ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാകും, മരണമില്ലാത്തവരാകും. ആ ജീവൻ വളർത്തിയെടുത്താൽ ഗുണമുണ്ട്. മറ്റത് പുറമേ ഉള്ളത് പോവും, അകമയുള്ളത് വളർത്തിയെടുത്താൽ അതിന് ഗുണം ഉണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിലൂടെയാണ് അത് മൊത്തം ചെയ്യുന്നത്. പക്ഷേ അത് തെറ്റാണെങ്കിലോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം, അതാണ് വെളിച്ചം. ആ വെളിച്ചം ഇരുട്ടാണെങ്കിൽ
അതല്ല ദൈവം ആഗ്രഹിക്കുന്നെങ്കിലോ അതെത്ര വലിയ ഇരുട്ടാ. ഇതാണ് കർത്താവ് വ്യക്തതയോടെ പറഞ്ഞത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം നമ്മൾ 22-23 വാക്യങ്ങൾ നമുക്കത് കാണാം. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തുടങ്ങുന്നത്. അത് ശരീരത്തിൻ്റെ വിളക്ക് ആ ദർശനം, ദൈവം തന്ന ദർശനമാണ് ശരീരത്തിൻ്റെ വിളക്കായി നിൽക്കേണ്ടത്. അതായത് ഹോൾ ബോഡിയുടെ വിളക്ക് ആയി നിൽക്കേണ്ടത് ദൈവം എന്ന ദർശനമാണ്. ആ ദർശനത്തിലല്ല നമ്മുടേതായ ഒരു ദർശനം അതാണ് നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ദർശനം ഉണ്ടാക്കി അതാണ് നമ്മൾ പോകുന്നതെങ്കിൽ മൊത്തം ഇരുട്ടാ, എത്തത്തില്ല. കാരണം ആ വിശ്വാസം നമ്മൾ ലക്ഷ്യത്തിലെത്തിക്കത്തില്ല. ഈ ദുരുപദേശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്താ ഈ ദുരുപദേശം എന്ന് പറഞ്ഞാൽ? അറിയോ നിങ്ങൾക്ക്? ദുരുപദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകൾ പറഞ്ഞ സംഭവമൊന്നുമല്ല ദുരുപദേശം. ആളുകൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയൊരു വേരിയേഷൻ കണ്ടിട്ട് ഉടനെ പറയും ദുരുപദേശമെന്ന്. അതങ്ങനെയല്ല, അതിങ്ങനെയാ. ഇടോ, യേശുവിൻ്റെ നാമത്തിലോടോ സ്നാനം, അത് ദുരുപദേശമാണോ? പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലോടോ സ്നാനം. എൻ്റെ കുഞ്ഞുങ്ങളെ, അതൊന്നും അല്ല ദുരുപദേശം, അതൊക്കെ അറിവില്ലായ്മകളാണ്. ദുരുപദേശം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നതാണ് ദുരുപദേശം. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. എല്ലാവർക്കും എല്ലാം ഒന്ന് അറിഞ്ഞുകൂടാ. ആളുകൾ പറയുന്നതിലൊക്കെ തെറ്റൊക്കെ ഉണ്ടാകും, അതൊക്കെ തെറ്റുകളാണ്. നാളെ അത് അറിയുമ്പോൾ അവർ കറക്റ്റ് ചെയ്തോളും. എന്നാൽ ദുരുപദേശം എന്ന് പറയുന്നത് നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയുക, അതാണ് ദുരുപദേശം. ഇവിടുത്തെ കിട്ടിയ മത്തായി 7:21, 22, 23 ആളുകൾ പലതും ചെയ്തു, ഒരെണ്ണം ലക്ഷ്യത്തിലെത്തിയില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, അഭിഷേകം പ്രാപിച്ചു, രോഗികളെ സൗഖ്യം, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു, എല്ലാം കഴിഞ്ഞു. എവിടെ എത്തിയില്ല? ലക്ഷ്യത്തിലെത്തില്ല. കർത്താവ് പറഞ്ഞു ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ മനസ്സിലാക്കിക്കോളണം, കള്ളനോട്ടെന്ന് പറയുന്നത് ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുകയുള്ളൂ, പക്ഷേ റിസൾട്ട് കിട്ടത്തില്ല. ബാങ്കിൽ കൊടുക്കുമ്പോൾ അത് പിടിക്കും. യേശുവിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ യേശു പറയും ഞാൻ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. ഇവിടെ തന്നെ അതാണ് ഹെവൻലി ബാങ്ക്. അവിടെ ചെല്ലുമ്പോൾ പിടിക്കും. ഈ ഭൂമിയിലെങ്കിലും കുഴപ്പമില്ല, പെട്ടിക്കടയിലൊക്കെ എടുക്കും, കൊച്ചു നോട്ടൊക്കെ അവിടെ എടുക്കും, പക്ഷേ ബാങ്കിൽ കൊടുത്താൽ പിടിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കിക്കോളാം. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുമോ എന്നുള്ളത് വ്യക്തത്തോടെ മനസ്സിലാക്കുക. വിശ്വാസം നമുക്ക് അവകാശത്തിലേക്ക് നമ്മൾ എത്തിക്കുമോ, അതാണ് അവകാശമാണ് ലക്ഷ്യം. അവിടെ പറയുന്നു ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. അപ്പോൾ എല്ലാവരും ജയിക്കണമെന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സഭകൾ ജയം പറയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നല്ല സഭയായിരിക്കാം. ജയിക്കണമെന്ന് പറയുന്നത് ആരാധന, അഭിഷേകം, ഇതൊക്കെ മാത്രമേ ഉള്ളോ? സൂക്ഷിച്ചോളണം. ഹല്ലേലൂയ. ഞങ്ങൾ യേശുവിനെ ഉയർത്തി കർത്താവ് എന്ന് പറഞ്ഞു, അതൊക്കെ നല്ല കാര്യമാണ്, വേണ്ടത് തന്നെയാണ്. പക്ഷേ അവിടെ ദൈവ ഇഷ്ടമല്ലെങ്കിൽ യേശു പറയും എന്നെ കർത്താവ് എന്ന് പറഞ്ഞാലല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ സ്വരാതി കയറുള്ളൂ. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ കള്ളനോട്ട് തിരിച്ചറിയണം. എങ്ങനെയാണെന്നറിയാമോ? കള്ളനോട്ട് തിരിച്ചറിയുമ്പോൾ ഞാൻ ആ മെഷീനിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ ടൈപ്പ് മെഷീനുകളൊക്കെ എന്ന് പറയുന്നത് ഈ നോട്ടിൽ മാഗ്നറ്റിക് ഇങ്ക് ഉണ്ട്. ആ മാഗ്നറ്റിക് ഇങ്ക് കൊണ്ട് പല റൈറ്റിങ്സും ഉണ്ട്. അത് മെഷീനിൽ വെച്ചാൽ കിട്ടും. പിന്നെ നമ്മുടെ കണ്ണുകൊണ്ട് ഒന്നും കിട്ടത്തില്ല. പിന്നെ UV അൾട്രാ വയലറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ചില പ്രത്യേക ലൈറ്റിൻ്റെ കീഴിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് തെളിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇന്നത്തെ മോഡേൺ മെഷീൻസിൽ അങ്ങനെയല്ല. മോഡേൺ മെഷീൻ എന്ന് പറയുന്നത് ഈ നോട്ടിൻ്റെ ഓൾറെഡി സ്കാൻഡ് ആയിട്ടുള്ള സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ നോട്ടുകളും ഇത് കറങ്ങി വരുമ്പോൾ ഈ സ്കാൻ ചെയ്തതുമായിട്ട് ഇത് കമ്പയർ ചെയ്യും. അപ്പോൾ ആ കമ്പാരിസണിൽ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉടനത് ബസറടിക്കും. അങ്ങനെയാണ് പിടിക്കുക. ഇതേപോലെ തന്നെ ഒറിജിനലിനെ നമ്മൾ തിരിച്ചറിയണം. അല്ല മനുഷ്യനെ കണ്ടിൽ നോക്കിയാൽ പിടുത്തം കിട്ടത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ആ മെഷീനുള്ളത് ബാങ്കിലാണ്, കൗണ്ടിങ് മെഷീൻസ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ആ മെഷീൻ റിപ്പയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ മെഷീൻസിൻ്റെ അതേപോലെ ആ ഒറിജിനൽ വെച്ചതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഒറിജിനലാണോ അല്ലേ എന്നുള്ളത്. അതായത് അത് ബാങ്കിൽ കൊടുത്ത് എടുക്കത്തില്ല, ലക്ഷ്യത്തിലെത്തത്തില്ല, വാല്യൂ കിട്ടത്തില്ല. മറ്റുള്ളിടത്തൊക്കെ പോവും. അതായത് നമ്മൾ കൊച്ചു കടകളിലൊക്കെ കൊടുത്തു, ഇച്ചിരി ഉള്ളി മേടിച്ചു, മുളക് മേടിച്ചു, അവിടെയൊക്കെ എടുക്കും. അതായത് മനുഷ്യൻ്റെ അടുക്ക് ചിലവാകും, കർത്താവിൻ്റെ അടുക്കൽ ചിലവാകില്ല, ബാങ്കിൽ ചിലവാകില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് സൂക്ഷിച്ചോളണം. നമ്മളുടെ വിശ്വാസം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുമോ? ലക്ഷ്യമാണ് അവകാശം. ഹല്ലേലൂയ. അവകാശമാണ് സ്വർഗീയ ഭവനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ നിത്യമായി തീരുക. ഇതാണ്. അല്ലാണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും അവകാശമാക്കിയില്ല. രക്ഷിക്കപ്പെട്ടത് അവകാശമാക്കാൻ വേണ്ടിയാണ്. ഇത് മറന്നു പോകരുത്. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം. ഇവിടെ അവകാശം എന്ന് പറഞ്ഞു കേട്ടോ, അവകാശം. ഇനി 1 പത്രോസ്
1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ വായിച്ച്. 1 പത്രോസ് 1:3. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കാരുണ്യാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച്, നിങ്ങൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവരുണ്ട്, നേരത്തെ രക്ഷിക്കപ്പെട്ടവരുണ്ട്. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ സംഭവിച്ചത് അത് എന്തിനു വേണ്ടിയാണ്? ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ്. എന്ത് പ്രത്യാശ? അവിടെ എഴുതിയിരിക്കുകയാണ് ജീവനുള്ള പ്രത്യാശയ്ക്കായി. അപ്പോൾ ഇവിടെയുള്ള പ്രത്യാശകളൊക്കെയോ ഒന്നിലും ജീവനില്ല, എല്ലാം മരണം കൊണ്ട് തീരും. അപ്പോൾ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ യേശു കർത്താവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടന്നത്. വീണ്ടും ജനനം, അതായത് നിങ്ങളുടെ മരണമുള്ള ആ ഇതിൻ്റെ ഉള്ളിൽ ജീവൻ കയറി വന്നു. അതുകൊണ്ട് പുറമെ ചുക്കിച്ചുളിയാണ്, പക്ഷേ അകമേ ജീവനുണ്ട്. അപ്പോൾ ആ ജീവനുള്ള പ്രത്യാശ ഇതകത്തുനിന്ന് മുളച്ച് പുറത്തിറങ്ങിയാൽ ജീവനുള്ള പ്രത്യാശയായി അതൊരു മരമായി മാറും. അത് നിത്യം നിലനിൽക്കുക പോകും. ഇനി ആ ജീവനുള്ള പ്രത്യാശയ്ക്കായി ഇപ്പോൾ വീണ്ടും ജനിച്ചു. ആ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിച്ചത്. ആ പ്രത്യാശയാണ് അവകാശം എന്ന് പറയുന്നത്. അതാണ് ലക്ഷ്യം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പോൾ രക്ഷ എപ്പോഴാണ് വെളിപ്പെടുകയുള്ളൂ? ഞാൻ രക്ഷിക്കപ്പെട്ടോ ഇല്ല എന്നുള്ളത് അവസാനേ അറിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളുടെ വിശ്വാസമാണ് നമ്മളവിടെ എത്തിക്കണേ. വിശ്വാസം തെറ്റാണെങ്കിലോ ലക്ഷ്യം പോയി. ബാക്കിയൊക്കെ ഉണ്ട്, യേശു ഉണ്ട്, ആത്മാവുണ്ട്, സുവിശേഷമുണ്ട്, പക്ഷേ ലക്ഷ്യമില്ല. പെട്ടുപോയില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഏത് വണ്ടി ഏത് സ്ഥലത്ത് പോകണം ആ ബസ്സിൽ കയറണം. ഇതേപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം എവിടെയാണോ അതേപോലെ വേണം നമ്മൾ വചനം സ്വീകരിക്കാനായിട്ട്. ഇവിടെ പറയണം അന്ത്യകാലത്ത് വെളിപ്പെടുന്ന ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസാൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം. ഇവിടെ എല്ലാത്തിനും ക്ഷയവും മാലിന്യമുണ്ട്, വാട്ടമുണ്ട്. വാട്ടവും എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് വീണ്ടും ജനിപ്പിച്ചേ? വീണ്ടും ജനിച്ചപ്പോൾ അവകാശം കിട്ടിയോ? കിട്ടിയില്ല. ജനിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? അവകാശത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? നിങ്ങൾ പുതിയതായിട്ട് ഞാൻ കാണുന്നത്, നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലേ, വാങ്ങൊണ്ട് പ്രാർത്ഥിച്ചില്ലേ? ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവിൽ ഒരു ജനനം നടന്നു. ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ജീവൻ വന്നതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ വന്നു കഴിഞ്ഞു. മനസ്സിലായോ? ഇത് നമ്മളുടെ ശരീരത്തിൽ ഒരു സ്ത്രീ വിവാഹം കഴിച്ച് ഭർത്താവുമായിട്ട് സ്നേഹം പങ്കിടുമ്പോൾ ഇതാ ഒരു കുഞ്ഞുദരത്തിൽ വരത്തില്ലേ, ഭ്രൂണമായിട്ട് ആരംഭിക്കത്തില്ലേ? അതേപോലെ തന്നെ ആത്മാവിൽ നടന്നതാണ് ഈ കണ്ടത്. ആത്മാവിലുള്ളത് ദൈവത്തിൻ്റെ പുത്രനാണ്, ശരീരത്തിലുള്ളത് മനുഷ്യൻ്റെ പുത്രനാണ്. അത് ജഡം, അത് മരിച്ചു പോകും. എന്നാൽ ആത്മാവിൽ സംഭവിച്ചത് നിത്യം ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ജനനം നടന്നത് ഒരവകാശത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ അവകാശം കിട്ടിയിട്ടില്ല. ആ അവകാശം കിട്ടുന്നതാണ് നമ്മുടെ അവസാനം, അല്ലേ? എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം കിട്ടാത്ത വിശ്വാസമാണെങ്കിൽ ഒരു കാര്യമില്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ വിശ്വാസം കറക്റ്റാണോന്ന് ചെക്ക് ചെയ്തോളണം. എൻ്റെ വിശ്വാസം എൻ്റെ ലക്ഷ്യം ബ്ലോക്ക് ചെയ്യുമോ, എൻ്റെ വിശ്വാസം എൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കുമോ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാ മത്തായി 7:21, 22, 23 വിശ്വാസികൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ, സുവിശേഷം അറിയിച്ചവരാ, അഭിഷേകം പ്രാപിച്ചവരാ, ഡെലിവറൻസ് മീറ്റിംഗ് നടത്തിയവരാ. അവരും വിശ്വസിച്ചവാ. പക്ഷെ അവരുടെ വിശ്വാസം അവരുടെ എവിടെ എത്തിച്ചില്ല? ലക്ഷ്യത്തിൽ എത്തിച്ചില്ല. അപ്പോൾ അത് നമുക്കൊരു മാതൃകയാണ്. ഹല്ലേലൂയ. അപ്പോൾ വളരെ ബൈബിളിലെ വിശ്വാസം തെറ്റായ വിശ്വാസത്തിലേക്ക് മാറരുത്. വിശ്വസിച്ച കാര്യങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ നമുക്ക് രോഗസൗഖ്യം കിട്ടും. എന്നാൽ വിശ്വസിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. പക്ഷെ രണ്ടും വിശ്വാസം വേറെ വേറെയാണ്. തിരിച്ചറിയണം. രക്തസ്രാവക്കാരി യേശുവിൻ്റെ അടുക്കൽ ഒരു ബൈബിളിലുള്ള ഒരു സ്ത്രീയാണ്, രോഗമുള്ള സ്ത്രീ. നിങ്ങൾക്ക് രോഗം സൗഖ്യമാകാം, നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ആ രക്തസ്രാവക്കാരി യേശുവിൻ്റെ അടുക്കൽ വരിക. ആ രക്തസ്രാവക്കാരി ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. യേശുവിൻ്റെ അടുക്കൽ രക്തസ്രാവക്കാരി വരുമ്പോൾ അവൾ ഉള്ളി കൊണ്ട് പറഞ്ഞതെന്നറിയാമോ? അനേക ഡോക്ടർമാരുടെ അടുക്കൽ പോയി ലോകത്തിലെ. അവർക്കൊന്നും സൗഖ്യമാക്കാൻ പറ്റിയില്ല, കയ്യിലെ പൈസയൊക്കെ പോയി. അവസാനം ഇവള് യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ ഇവളുള്ളൊരു വിശ്വാസം വന്നു. ഈ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. മനസ്സിലായോ? അത് നിത്യജീവനല്ല, അത് സൗഖ്യമാണ്.
വിശ്വസിച്ചാൽ സൗഖ്യം പ്രാപിക്കാം, വിശ്വസിച്ചാൽ മലകളെ നീക്കാം. അതുകൊണ്ടൊന്നും സ്വർഗ്ഗരാജ്യം കിട്ടൂല. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ പല പ്രവൃത്തികളും നടക്കുന്നത്. അപ്പോൾ ഈ സഹോദരി എന്ത് ചെയ്യുന്നറിയാമോ, ഇതാ ഈ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ചിന്തിച്ച് ഈ ആളുകളുടെ ഇടയിലൂടെ ഞാനൊരു സ്ത്രീയാണെന്ന് നോക്കിയില്ല, ഇടയിലൂടെ ഞെരിഞ്ഞ് കയറിയിട്ട് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പോയി തൊട്ടു. ഇതാ യേശു പോലും അറിയാതെ യേശുവിൽ നിന്ന് ശക്തി അവളിലേക്ക് വന്നു. അപ്പോൾ എന്താ അതിന് കാണിക്കണേ? എൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ ശക്തിയെ എന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലൈൻ കമ്പിയാണ്. മനസ്സിലായോ? ഒരു ലൈൻ കമ്പിയാണ്. അപ്പോൾ ഇത് ആരുടെ വിശ്വാസം? അവളുടെ വിശ്വാസമായിരുന്നു, ആ മകളുടെ, ആ സ്ത്രീയുടെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഇത് യേശു അറിയുന്നില്ല, കൂടെ നിൽക്കുന്നവരും അറിയുന്നില്ല. ഇപ്പം നിങ്ങൾ എന്ത് കമ്പിയാണ് ഇട്ടേക്കണേന്ന് നിങ്ങൾക്കറിയുള്ളൂ. നിങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങൾ യേശുവിലേക്ക് തൊടാൻ നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ലൈൻ വലിക്കുന്നുണ്ട് പലരും. നിങ്ങളുടെ പ്രശ്നത്തിലേക്കാണ് യേശുവിനെ കൊണ്ടുവരുന്നത്. നിങ്ങൾ ആ വിശ്വാസം യേശുവിനെ തൊടുമ്പോൾ യേശുവിൽ നിന്ന് ശക്തി കടന്നു വന്ന് ഇതാ ഓൺലൈനിലായിരിക്കും നിങ്ങളോടുകൂടി ചേർന്ന് പറയുന്നത്. നിങ്ങൾ ആ ലൈൻ ഇടുകയാണ്. ആ യേശുവിൽ നിന്ന് ശക്തി വന്ന് നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് കടന്നു വന്ന് അതിനെ സൗഖ്യം തരും. ഇത് ശുശ്രൂഷകനും അറിയത്തില്ല, പക്ഷെ ഇവിടെ യേശു അറിഞ്ഞില്ല. മനസ്സിലായോ? യേശുവിന് ഒരു കാര്യം മനസ്സിലായി, എന്നിൽ നിന്ന് ശക്തി പോയെന്ന് മനസ്സിലായി. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് സംഭവിക്കാം. അപ്പോൾ യേശു അവസാനം പറഞ്ഞതെന്നറിയാമോ ആ സഹോദരിയോട്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. എന്തിൽ നിന്ന്? രോഗത്തിൽ നിന്ന്. പിടുത്തം കിട്ടിയ? അപ്പോൾ ഇതുകൊണ്ടൊന്നും സ്വർഗരാജ്യം കിട്ടണമെന്നില്ല. സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടത് മകനാകാനുള്ള വിശ്വാസമാണ്. വ്യത്യാസം മനസ്സിലായി? ഇത് രോഗം മാറാനുള്ള വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും അറിയാത്ത ആളുകളെ ഇത് എവിടെയെങ്കിലുമൊക്കെ പോയിന്ന് രോഗം മാറാനുള്ള വിശ്വാസം, ഞാനും യേശുവിൻ്റെ ആളാന്ന് പറഞ്ഞ് തന്നിട്ടൊന്നും സ്വർഗരാജ്യത്തിൽ കയറൂല. സ്വർഗരാജ്യത്തിൽ കയറാനുള്ള ആ വിശ്വാസം എന്ന് പറയുന്നത് മകനാകാനുള്ള വിശ്വാസമാണ്. വ്യത്യാസം പിടുത്തം കിട്ടിയോ? മകൻ, ആ മകനാണ് നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചേക്കണം. ഇപ്പോൾ അതൊരു ഭ്രൂണം പോലെയാണ്, അത് വളരണം. ഹല്ലേലൂയ. ഇതാണ് യേശുവിനെ നമ്മൾ കർത്താവായി സ്വീകരിച്ചപ്പോൾ ഒരല്പം മുമ്പ് പ്രാർത്ഥന പ്രാർത്ഥിച്ചു, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണേ, അങ്ങ് ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചു. ആ വിശ്വാസത്തിൽ വളർന്നാൽ നിങ്ങൾക്ക്, അതായത് കുഞ്ഞ് ആ ഭ്രൂണമായി പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന് അകത്ത് ഒരു ഫെറ്റസ്, ഒരു ഭ്രൂണമായി വളർച്ച തുടങ്ങി. അതുകൊണ്ട് കുഞ്ഞാവുമോ? ആവൂല. ഇത് ഏകദേശം ഒരു 9 മാസം 9 ദിവസം വളർന്ന് കഴിയുമ്പോഴാണ് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് ആ ഭ്രൂണം വളർച്ച പ്രാപിച്ചു വരുന്നത്. എന്നിട്ടാണ് കുഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്നത്, ഗർഭധാരത്തിലൂടെ വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ആത്മാവിൽ ആ വളർച്ച തുടങ്ങി. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുകയാണ്, ഇനി എന്ത് ചെയ്യണം? പഴയ ജീവിതത്തിലേക്ക് പോകരുത്. എല്ലാ ദുഷ്ടതയും എല്ലാ ചതിവും അഭിനയ പരിപാടികളൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. എവിടെ ജനിച്ചു? ഉള്ളിലേ ജനിച്ചിട്ടുള്ളൂ. കുഞ്ഞ് ജനിച്ചത് ഉള്ളിലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കുഞ്ഞിനെ അതിനെ പോറ്റുന്നതൊക്കെ ദൈവം തന്നെയാണ്. ആ പൊക്കിൾക്കൊടിയിലൂടെ, മനസ്സിലാവുന്നുണ്ടോ? പൊക്കിൾക്കൊടിയിലൂടെ അത് അവിടെ നിന്ന് വരുന്ന അത് വളരെ ശുദ്ധമായ അതായത് ഭക്ഷണമാണ്, ദൈവം കൊടുക്കുകയാണ് അവിടെ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുക. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് വേണം, നമ്മൾ അവിടെ വളർന്നു വേണം കയറാൻ. ഈ വളർച്ച നമ്മൾ സംഭവിക്കുന്നില്ല എങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഇതാ സഹോദരിമാരുടെ ഉള്ളിൽ കുഞ്ഞ് വളരുന്നില്ലെങ്കിൽ എന്നാ പറ്റും? അബോട്ട് ചെയ്യ പോവും അല്ലേ? അത് അബോർഷനായി പോവും അല്ലേ? അപ്പോൾ അതേപോലെ നമ്മൾ സ്പിരിച്വൽ അബോർഷൻ നടക്കരുത്. ഹല്ലേലൂയ. വിളിക്കപ്പെട്ട അനേകരാണ്, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഫൈനലിൽ എത്തുന്നവർ വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ ലക്ഷ്യത്തിലെത്തണം. അപ്പോൾ റൈറ്റ് ഫെയ്ത്ത് ആയിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. ഈ രക്തസ്രാവക്കാരിയുടെ വിശ്വാസം ആ സഹോദരിക്ക് രോഗത്തിൽ നിന്ന് രക്ഷ കൊടുത്തു. ഇനി നമ്മളുടെ വിശ്വാസം എന്താണ്? യേശുവിനെ കൈക്കൊണ്ടത് എന്ത് വിശ്വാസം എന്നറിയോ? നമുക്കറിയോ? യേശുവിനെ കൈക്കൊണ്ടപ്പോൾ നമുക്ക് എന്നാ കിട്ടുന്നത്? ഇതാണ് മനസ്സിലാകേണ്ടത്. യേശുവിനെ കൈക്കൊണ്ടത് മതത്തിൽ ചേരാനല്ല, രോഗം മാറാനല്ല, വീട് കിട്ടാനല്ല. യേശുവിനെ കൈക്കൊണ്ടത് എൻ്റെ വംശം മാറാനാണ്. മനുഷ്യവംശത്തിൽ നിന്ന് ദൈവവംശത്തിലേക്ക് മാറാനാണ്. ഇതാണ് നമ്മൾ നേരത്തെ ഏശയ്യ 53 വായിച്ചില്ലേ? അപ്പന വംശ देखने पाएगा ആരിലൂടെ? ക്രിസ്തുവിന്
സ്വർഗസ്ഥ പിതാവിനെ ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ കാണണം. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇതൊക്കെ സ്വർഗസ്ഥ പിതാവ് വെച്ചാൽ സ്വർഗീയ ഭവനത്തിലെ കാരണഭൂതനാണ്. യേശു എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഭവനത്തിലെ മുഖാന്തരമാണ്. മനസ്സിലായോ? ഭൂമിയിൽ ഇതുപോലെ ആളുകളുണ്ട്. ഭൂമിയിലെ കുടുംബത്തിലെ കാരണഭൂതൻ ആരാന്നറിയോ? പിതാവാണ്. മുഖാന്തരം ആരാന്നറിയോ? മാതാവാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളാം. ഭൂമി, നിങ്ങൾ ഇതൊക്കെ വ്യക്തമായിട്ട് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ സ്പിരിച്വാലിറ്റിയിൽ തട്ടി വീണു പോകും. ഭൂമിയിലെ കുടുംബത്തിൽ ദൈവം കാരണഭൂതനായിട്ട് വെച്ചേക്കുന്നത് പിതാവിനെയാണ്. പിതാവിലാണ് ദൈവം ജീവൻ കൊടുത്തേക്കണേ, ബീജം കൊടുത്തേക്കണേ. മനസ്സിലാവുന്നുണ്ടോ? മാതാവിൽ കൊടുത്തിരിക്കുന്നത് അണ്ടമാണ്, ബോഡിയാണ് കൊടുത്തേക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ആ പിതാവ് ആ ബീജം ബോഡിക്ക് കൊടുക്കുന്നവരെ ബോഡി കാത്തു നിൽക്കും. ആ ബോഡിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കാരണഭൂതനായ പിതാവ് മുഖാന്തരമായ മാതാവ് വഴി മക്കളെ ജനിപ്പിക്കും. ഇതാണ് ഏശ 53:10 നമ്മൾ കണ്ട സംഭവം എന്ന് പറയുന്നത്. സ്വർഗസ്ഥ പിതാവ് കാരണഭൂതൻ, ക്രിസ്തു മുഖാന്തരം. അങ്ങനെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിലൂടെ മക്കളെ ജനിപ്പിക്കുന്നു. പിടുത്തം കിട്ടിയ ഇതാർക്ക്? ഇത് നല്ലൊരു പങ്ക് ക്രിസ്ത്യാനികൾക്കും അറിയില്ല. കാരണഭൂതൻ പിതാവാണ്, മുഖാന്തരം ക്രിസ്തുവാണ്. ഇതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി സഭയ്ക്ക് പറഞ്ഞ. സഭയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ പറയുകയാണ്, ഈ അറിവ് എല്ലാവർക്കും ഇല്ലെന്ന് പറഞ്ഞാണ് തുടങ്ങണേ. ഈ അറിവ് എല്ലാവർക്കും ഇല്ല. 1 കൊരിന്ത്യർ, ഓ ഫാദർ വി താങ്ക് യു, ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. 8-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കി. അവിടെ പറയാണ്, എന്നാൽ എല്ലാവർക്കും ഈ അറിവ് ഇല്ല. ഒന്ന് വായിച്ചോളൂ. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. 7 വായിച്ച ആദ്യം. എന്നാൽ എല്ലാവരും എന്നാൽ ആകാശത്തിലോ ഭൂമി, എന്നാൽ എല്ലാവരിലും ഈ അറിവ്, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തറിവാണ് എല്ലാവർക്കും ഇല്ലാത്ത? ഈ സ്വർഗീയ കുടുംബത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ഇല്ല. ഇന്ന് വരെ ഇപ്പോഴും ചിന്തിക്കുന്നത് വിഗ്രഹത്തെ പോലെയാണ്. പണ്ട് വിഗ്രഹങ്ങൾ അടുക്കൽ പോയതുപോലെയാണ് ഇപ്പോഴും ചിന്തിക്കണേ. ആ വിഗ്രഹത്തിന് ഞാൻ പൂജ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ആ ദേവന് ഇഷ്ടമായി. ഈ ദേവിക്ക് എണ്ണയാണ് ഇഷ്ടം, പൂവല്ല. ആ ദേവന് ഇത് രണ്ടുമല്ല ഇഷ്ടം, വെടിക്കെട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ദേവന് ഇതൊന്നുമല്ല, ഉരുളലാണ് ഇഷ്ടം. അപ്പോൾ ഇതേ മനോഭാവം വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കണേ. അപ്പോൾ പറഞ്ഞു യേശുവിന് ഇഷ്ടം സ്തുതിയാണെന്ന്. അപ്പോൾ സ്തുതിക്കുക. ഈ മനോഭാവത്തോടുകൂടി അല്ല പോകേണ്ടത്. യേശു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. എന്താണ് അറിവ്? 5-ലും 6-ലും ആ അറിവ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും. ദേവന്മാരെന്നല്ല, ദൈവങ്ങളെന്നാ. മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറിപ്പോയതാണ്. ഇംഗ്ലീഷിൽ അപ്പുറം ഇപ്പുറം കിടക്കുന്നുണ്ട് ഗോഡ്സ് കേട്ടോ. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങൾ, അതൊരു വംശമാണ്, ഒരു കാറ്റഗറിയാണത്. ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ട് എന്ന് വരികിലും നമുക്ക് പിതാവായ ഏക ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് താഴേക്ക്, അവൻ സകലത്തിനും കാരണഭൂതനും. പറഞ്ഞേ, കാരണഭൂതൻ. ഈ ഒരു അറിവ് വേണം, കാരണഭൂതൻ. അപ്പോൾ ഈ കാരണഭൂതനായിട്ട് ഒരേ ഒരാളെ ഉള്ളൂ, സ്വർഗസ്ഥ പിതാവ്. ഹല്ലേലൂയ. ഇനി മുഖാന്തരമായി യേശുവിനെ കുറിച്ച് പറയുകയാണ്. യേശുവിന് മുഖാന്തരമാണ്. താഴേക്ക്, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ശ്രദ്ധിച്ചേ, ഈ 2 പോയിന്റുകൾ ശ്രദ്ധിച്ചാട്ടെ. ഇതെല്ലാം ദൈവ കാറ്റഗറിയാണ്. പിതാവും ദൈവമാണ്, പുത്രന് ദൈവമാണ്, ദൈവ കുടുംബമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കാറ്റഗറിയിൽ കാരണഭൂതൻ ഒരാളുള്ളൂ, പിതാവ്. മുഖാന്തരം ഒരാളേ ഉള്ളൂ, ക്രിസ്തു. മനസ്സിലായോ? ഇത് സ്വർഗീയ കുടുംബമാണ്. അപ്പോൾ പിതാവ് പുത്രനായ ക്രിസ്തുവിലൂടെ മക്കളെ ജനിപ്പിക്കുക. ഇതാണ് യേശയ്യാ പ്രവാചന പുസ്തകത്തിൽ പറയുന്നത്. ഇതാ നാം, അതായത് യേശുവിനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആ യേശു ക്രിസ്തുവിൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് യേശു എന്ത് കാരണം? സന്തതിയെ കാരണം. ആർക്കു വേണ്ടി? പിതാവിന് വേണ്ടി സന്തതിയെ കാണുകയും അങ്ങനെ
യേശു ക്രിസ്തു ആരായി തീർന്നു? സന്തതിയെ കണ്ടപ്പോൾ അപ്പനായി തീർന്നു. മനസ്സിലായോ? സ്വർഗീയ കുടുംബത്തിൽ മുഖാന്തരം, ഭൂമിയിലെ കുടുംബത്തിലാണ് സ്ത്രീകളുള്ളത് മുഖാന്തരം. സ്വർഗീയ കുടുംബത്തിൽ സ്ത്രീകളില്ല. സ്വർഗീയ കുടുംബത്തിൽ എല്ലാം പുത്രന്മാർ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ ഒരു അറിവ് നമുക്ക് ഫ്യൂച്ചറിൽ കൂടുതലായിട്ട് പഠിക്കുക. ഈ ഒരു അറിവ് ഉണ്ടാകണം. സ്വർഗീയ കുടുംബത്തിൽ സ്ത്രീകളില്ല. ധൂർത്തപുത്രൻ്റെ കഥയിൽ ഒരു കുറവുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ധൂർത്തപുത്രൻ്റെ കഥ അറിയോ നിങ്ങൾക്ക്? എന്താ ആ കഥയിലൊരു കുറവ്? അപ്പനുണ്ട്, മോനുണ്ട്, അമ്മയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് പറയുന്നത് യേശു ക്രിസ്തു എന്ന മുഖാന്തരം. ഇത് പറഞ്ഞു കേട്ടോ, സ്വർഗീയ പിതാവ് സകലത്തിന് കാരണഭൂതനാണ്. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും. എല്ലാം പിതാവ് സൃഷ്ടിച്ചത് ആര് മുഖാന്തരം എന്നറിയോ? ക്രിസ്തു മുഖാന്തരം. ഇതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ പേരാണ് വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ക്രിസ്തു ഉണ്ടായിരുന്നു. ക്രിസ്തു പിതാവായ ദൈവത്തോടു കൂടെ ആയിരുന്നു. മനസ്സിലായോ? ക്രിസ്തു വചനം ദൈവം ആയിരുന്നു. പിതാവായ ദൈവമല്ല, പുത്രൻ. വചനം ദൈവം ആയിരുന്നു. പിതാവായ ദൈവം സകലതും വചനത്തിലൂടെ പുത്രനിലൂടെ, അതാണ് മുഖാന്തരം, ഉളവാക്കി. പുത്രനെ കൂടാതെ ഒന്നും ഉളവാക്കിയിട്ടില്ല. ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ വചനം എന്ന് പറയുന്നു, പുത്രൻ്റെ പേരാണ് വചനം. ഇതാണ് വെളിപ്പാട് 19:13 പറയുന്നു, അവൻ്റെ പേർ ദൈവവചനം. ഹല്ലേലൂയ. ഈ ദൈവവചനമാണ് ഈ പുത്രൻ. പുത്രൻ്റെ പേരാണത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ബേസ് മനസ്സിലായില്ലെങ്കിൽ എല്ലാം കൺഫ്യൂഷനിലേക്ക് പോകും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. മുഖാന്തരമുണ്ട്, കാരണഭൂതനമുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് യോഹന്നാൻ 1 വായിച്ച്. യോഹന്നാൻ 1-ാം അധ്യായം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ദാ, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ട്, ക്രിസ്തു ഉണ്ടായിരുന്നു. ഈ ദൈവപുത്രൻ്റെ പേരാണ് ദൈവവചനം. നിങ്ങളുടെ പേരെന്താ? മോളുടെ പേരെന്താ? രാധിക. മോളുടെയോ? ദീപ. യേശുവിൻ്റെ പേരെന്താ? ദൈവവചനം. മനസ്സിലായോ? രാധിക, ദീപ, ദൈവവചനം. മനസ്സിലായോ? ഇതാ വായിച്ചേ, വെളിപ്പാട് 19:13 വായിച്ചേ. വെളിപ്പാട് 19:13. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. യേശുവിനെ പറയുന്ന, യേശു സ്വർഗത്തിൽ നിന്ന് വരിക, രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനമെന്ന് പേര് പറയുന്നു. മോക്ക് രാധിക എന്ന് പേര് പറയുന്നു, എനിക്ക് ഷാജി എന്ന് പേര് പറയുന്നു. യേശുവിന് ദൈവവചനമെന്ന് പേര് പറയുന്നു. ഇനി നിങ്ങളിത് വായിച്ചു നോക്കി. യോഹന്നാൻ 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ക്രിസ്തു ഉണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ പേരാ ദൈവവചനം. വചനം ക്രിസ്തു ദൈവത്തോടുകൂടെ. ഏത് ദൈവത്തോടുകൂടെ? പിതാവായ ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ക്രിസ്തു ദൈവമായിരുന്നു. ദൈവത്തിന് മകൻ ജനിച്ചാൽ ദൈവം തന്നെയല്ലേ? നിങ്ങൾക്ക് ഒരു മകൻ ജനിച്ചാൽ മനുഷ്യൻ തന്നെയല്ലേ? ആ ക്രിസ്തു ആരായിരുന്നു? ദൈവമായിരുന്നു. അവൻ ആദിയിൽ, ക്രിസ്തു ആദിയിൽ പിതാവായ ദൈവത്തോട് കൂടെ ആയിരുന്നു. സകലവും ക്രിസ്തു മുഖാന്തരം. എന്താണ് മുഖാന്തരം എന്ന് പറഞ്ഞ്? മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. മനസ്സിലായോ? അപ്പോൾ സ്വർഗീയ പിതാവ് പുത്രൻ മുഖാന്തരം ഉളവാക്കുന്നു. ഇവിടെ സ്വർഗത്തിലെ ദൈവം പിതാവ് കാരണഭൂതനായി മാതാവ് മുഖാന്തരം ഉളവാക്കുന്നു. പിടുത്തം കിട്ടിയോ? ഭൂമിയിലെ കുടുംബം നിഴലാണ്, സ്വർഗീയ കുടുംബം പൊരുളാണ്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് കാലത്ത് ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ ഇടിഞ്ഞ് താഴെ വീഴും. അതൊക്കെ കൊട്ടാരമൊക്കെ താഴെ വീഴും. അതുകൊണ്ടാണ് ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണം, ബഹളം ഉണ്ടാക്കണം, ദുരുപദേശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാണ് പറയുന്നത്, ഈ വചനത്തിലില്ലാത്ത എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് തിരുത്താവുന്നേ ഉള്ളൂ. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ? ഹല്ലേലൂയ. പക്ഷേ ബലഹീനത ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ വചനം കൊണ്ട് തന്നെ തിരുത്തണം. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാർ 3-ാം നൂറ്റാണ്ടിലും വചനം, പിതാക്കന്മാരുടെ ഒരു കാരണവരുണ്ട്, അതാണ് ദൈവം. ആ ദൈവം പറഞ്ഞാൽ അപ്പുറത്തേക്കോ പോകാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം കറക്റ്റല്ല എങ്കിൽ ലക്ഷ്യത്തിലെ എത്തത്തില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഈ എന്തെങ്കിലും വിശ്വസിക്കാൻ പോരാ. നമ്മുടെ വിശ്വാസം യോഹന്നാൻ 1:12 ഇതാണ് ദൈവ ഇഷ്ടം എന്ന വിശ്വാസം. ദൈവ ഇഷ്ടം. ദൈവം എന്താ ചെയ്യണേന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അപ്പൻ എന്നാ ചെയ്യണേന്ന് മനസ്സിലാക്കണം. അപ്പൻ മനുഷ്യ മക്കളിൽ നിന്ന് ദൈവമക്കളെ ഉണ്ടാക്കുകയാണ്. മനുഷ്യ മക്കളിൽ നിന്ന്
ദൈവം മക്കളുണ്ടാക്കുന്നു. ഒരമ്മച്ചി ഇതാ കുറേ കോഴിമുട്ട എടുത്തു. കോഴിമുട്ട എടുത്ത് നല്ല കോഴിമുട്ട നോക്കി മേടിച്ചതാ. നല്ല കോഴിമുട്ടൊക്കെ മേടിച്ചു. എന്തിനാ അമ്മച്ചിന്ന് കോഴിമുട്ട എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനാണ്. ഇതേപോലെ ദൈവം കുറേ മനുഷ്യ മക്കളെടുത്തു. എന്തിനാ ഈ മനുഷ്യ മക്കളെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ദൈവമക്കളെ ഉണ്ടാക്കാനാണ്. മനസ്സിലായോ? അങ്ങനെ ദൈവമക്കൾ ഉണ്ടാക്കാൻ. എന്നിട്ട് ഈ അമ്മച്ചി എന്തെന്നറിയാമോ, ആ കോഴിമുട്ട എല്ലാം ഒരു ഇൻക്യുബേറ്ററിൽ വെച്ച് കുറേശ്ശെ ചൂട് കൊടുത്ത് 21 ദിവസം കൊണ്ട് കോഴിമുട്ട വിരിയിച്ചെടുത്തു. കുറേയൊക്കെ ചീത്തയായി പോയി, കുറേയൊക്കെ കിട്ടി. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇൻക്യുബേറ്ററിൽ വെച്ചു. നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു എന്ന ഇൻക്യുബേറ്ററിൽ നമ്മൾ വെച്ചപ്പോൾ നമ്മുടെ വിശ്വാസം കറക്റ്റാണെങ്കിൽ നമ്മൾ വിരിഞ്ഞിങ്ങ് വരും. നമ്മുടെ വിശ്വാസം തെറ്റാണെങ്കിൽ നമ്മൾ പോവും. ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ 1:12. അന്ന് വായിച്ചേ. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ശ്രദ്ധിച്ച്, ഇവിടെ പറയാണ് അധികാരം കിട്ടിയ കണ്ടോ. മറ്റേ കോഴിമുട്ടയ്ക്കൊക്കെ എന്താകാൻ അധികാരം കിട്ടിയേ? ഇൻക്യുബേറ്ററിൽ വെച്ചപ്പോൾ കോഴിക്കുഞ്ഞാകാൻ. നമ്മൾ മനുഷ്യ മക്കൾക്ക് യേശുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകാൻ അധികാരം കിട്ടി. ഇതാണ് അവിടെ പറയുന്നത്. ഇതാ അവനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഏവരാണ്? മനുഷ്യ മക്കളാണ്. നമ്മളാണ് മനുഷ്യ മക്കൾക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പോൾ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. മനുഷ്യ മക്കളായ നമുക്ക് ദൈവമക്കളാകാൻ അധികാരം കിട്ടി. ഇതാണ് നമ്മൾ നിത്യാവകാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. എനിക്ക് യേശു എൻ്റെ രോഗസൗഖ്യമാകും എന്നുള്ള വിശ്വാസം വേറെ, പക്ഷേ ഈ വിശ്വാസം എന്ന് പറയുന്നത് നിത്യ അവകാശത്തിൻ്റെ വിശ്വാസമാണ്. ഇവിടെ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ആരധികാരം കൊടുത്തു? സ്വർഗസ്ഥ പിതാവ് അധികാരം കൊടുത്തു. അപ്പോൾ മനുഷ്യ മക്കളായ നാം ഇവിടെ സെമിത്തേരി കൊണ്ട് ചെയ്തുകൊണ്ട് തീരും. എന്നാൽ ദൈവമക്കളായാൽ ഒരിക്കലും തീരത്തില്ല. ഇതാ യേശു പറഞ്ഞു, അതിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഈ വിശ്വാസം, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം കറക്റ്റാണെന്ന് നോക്കണം. നമ്മൾ യേശുവിൽ വിശ്വസിച്ചത് ഇതാ ഏതെങ്കിലും സംഘടനയിൽ ചേരാനല്ല, ഗ്രൂപ്പിൽ ചേരാനല്ല, അതിലൊന്നും ചേരാനല്ല. എന്തിനാ യേശുവിൽ വിശ്വസിച്ചേ? എന്തിനാ സിസ്റ്റർ യേശു വിശ്വസിച്ചേ? എന്തിനാ യേശു വിശ്വസിച്ചേ? ഇവിടെ എന്താ എഴുതിയേക്കണേ? അത് പറഞ്ഞാൽ മതി. ദൈവമക്കളാകാൻ. ഇപ്പോൾ എനിക്ക് പലപ്പോഴും നിങ്ങൾക്ക് തോന്നണം, നിങ്ങളുടെ ബസ്സിൽ കയറി ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാ ബസ്സിൽ കയറിയേ? ഇങ്ങനെ ഇരിക്കരുത്. പിന്നെ ഞാനെന്ത് ചെയ്യും? ബസ്സിൽ കയറി ഞാൻ ഇറങ്ങിയിട്ട് പുറത്ത് മുമ്പിൽ പോയി നോക്കും, ഞാൻ എങ്ങോട്ടൊക്കെ പോണേന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്തിനാ ബസ്സിൽ കയറിയെന്ന്. പക്ഷെ കയറിയത് നിങ്ങൾക്ക് അറിയണ്ടേ? ഇല്ലേ? നിങ്ങൾ എന്തിനാ യേശു കയറിയേ? ദൈവമക്കളാകാനാ യേശു കയറി. അപ്പോൾ ദൈവമക്കളാകണ്ടേ? അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ജയിക്കണ്ടേ? അപ്പോൾ ജയിക്കുവാനുള്ള സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് എവിടെയാണോ അവിടെ കയറിക്കൊള്ളണം. എവിടെയാണോ ജയിക്കുവാനുള്ള സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് അവിടെ കയറിക്കൊള്ളണം, അല്ലെങ്കിൽ തോറ്റു പോകുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ജയിക്കുന്നവനെ കയറുള്ളൂ. അപ്പോൾ യേശുവിൽ കയറിയത് ദൈവത്തിൻ്റെ മകനാകാനാണ്. ഇതുകൊണ്ട് അവിടെ പറയുന്നത്, ഇതാ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനകത്ത് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം കിട്ടി. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ ഞങ്ങൾ ഇന്ന് ദൈവമക്കളാണ്. തീർച്ചയായും ദൈവമക്കളാണ്. ഇതാ ഉദരത്തിൽ ഭ്രൂണമായി കിടക്കുന്ന 2 മാസമായ പ്രായമായ കൊച്ച് ജോസഫാണ് ഭർത്താവ്. അപ്പോൾ ഞാനിന്ന് ജോസഫിൻ്റെ മകനല്ലേ? അതെല്ലോ, തീർച്ചയായും ജോസഫിൻ്റെ മകനാ. പക്ഷേ അത് വെളിപ്പെടണമെങ്കിൽ നീ 9 മാസം കഴിഞ്ഞ് ജയിച്ച് പുറത്തിറങ്ങണം. ഇതേപോലെ തന്നെ ഞാനും നിങ്ങൾ സഭയാകുന്ന സ്ത്രീയുടെ ഉള്ളിലാണ്. ആ സഭയാകുന്ന വെളിപ്പാട് ദിവസം 12 ആ സ്ത്രീയെ കാണാം. സഭയാകുന്ന സ്ത്രീയുടെ ഉള്ളിലാണ്. ആ സ്ത്രീയെ വിഴുങ്ങേണ്ടതിന് ഈ ലോകത്തിൻ്റെ സിസ്റ്റം സർപ്പം വായും പൊളിച്ച് നിൽക്കുകയാണ്. അതിനെ ജയിച്ച് നീ വെളിയിലിറങ്ങിയാൽ ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. ഈ വിശ്വാസം നമുക്ക് കറക്റ്റായിട്ട് റൈറ്റായിട്ട് കിടക്കണം. ഇത് മാറ്റം ഉണ്ടാകരുത്. അപ്പോൾ നിങ്ങൾ യോഹന്നാൻ 1:12 വെളിപ്പാട് 21:7 ഒരുമിച്ച് പഠിക്കണം. ആ യോഹന്നാൻ 1:12 എന്നാ പറയണേ? അധികാരം കിട്ടിയിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, അധികാരം കിട്ടിയിട്ടുള്ളൂ. അപ്പം നാം ഇന്ന് ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെ? ഗലാത്യ ലേഖനം 3:25 അല്ലെങ്കിൽ 26 പറയാണ്, വിശ്വാസത്താൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ എങ്ങനെയായിട്ടുള്ളൂ? വിശ്വാസ ദൈവത്തിൻ്റെ മക്കളാണല്ലോ. ഇനി ആ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കണം. അതാണ് ജയം. മനസ്സിലായോ? വിശ്വാസം എന്ന ദൈവത്തിൻ്റെ മക്കൾ. എടുത്തെങ്കിലും വായിച്ച് 3:26 എന്ന് ഞാൻ ചിന്തിക്കുന്നു.
യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഗലാത്യലേഖനം 3:26. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളാക്കണേ? ഇത് വിശ്വസിച്ച് പറഞ്ഞില്ലേ, യേശുവിനെ വിശ്വസിച്ച് ഏറ്റെടുത്തില്ലേ, ആ വിശ്വാസമാണ് ദൈവത്തിൻ്റെ മക്കളാ. ആ സ്ത്രീയുടെ ഉള്ളിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞു പോലെ. ഹല്ലേലൂയ. ഇനി ആ കുഞ്ഞ് അതെന്തായി തീരരുത്, അബോട്ടായി പോകരുത്, ജയിക്കണം. മനസ്സിലായി? എല്ലാ ചലഞ്ചുകളും ജയിച്ച് 9 മാസം 9 ദിവസം ജയിച്ച കുഞ്ഞ് പുറത്തിറങ്ങിയാൽ ഇതാ ജോസഫിൻ്റെ മകനായി. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. അതുവരെ ലോകം കണ്ടിട്ടില്ല. ഇതോ വിശ്വാസം ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്. ഇനി വെളിപ്പാട് 21:7 എന്നാ പറയണേ? ജയിക്കുന്നവനെ ഇത് അവകാശമായി ലഭിക്കും. വെളിപ്പാട് 21:7 എന്നാ പറയണേ? എന്തവകാശം കിട്ടുന്നേ? എന്തവകാശം കിട്ടുന്നേ? അപ്പുറത്ത് 4 ഏക്കർ. എന്താണോ അവകാശം? ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. പിടുത്തം കിട്ടിയ ജയിച്ചാൽ ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ഈ ഒരു വിശ്വാസം കറക്റ്റായിരിക്കണം. രോഗസൗഖ്യത്തിൻ്റെ വിശ്വാസം കറക്റ്റ് ആയില്ലേലോ അത് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ വിശ്വാസം കറക്റ്റായി ഞാൻ ദൈവത്തിൻ്റെ മകനായി തീരുവാൻ തക്കോണം ഏൽപ്പിച്ചു കൊടുക്കുക. പിടുത്തം കിട്ടിയ അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ ഇടയാക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ എന്നെ ഏൽപ്പിച്ച് ഞാൻ നിങ്ങളെ അറിയിച്ചു, പ്രിയമക്കളെ, നിങ്ങളെ അറിയിച്ചു. ഇനി നിങ്ങൾ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നുമല്ല നിങ്ങൾ കേൾക്കാൻ പോണേ. നിങ്ങൾ കേൾക്കാൻ പോണത് ഒന്ന് സ്തുതിക്ക്, ഉറക്കെ സ്തുതിക്ക്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതും കേട്ടിട്ട് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു വിശ്വാസത്തെ തള്ളിക്കളയരുത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എത്ര വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഒരു കുഴപ്പമോ ഇല്ല. ഇത് ഇങ്ങനെ ഇളകിയത് കൊണ്ടൊന്നും നിങ്ങൾ സ്വർഗ്ഗത്തിൽ എത്തൂല. ഉള്ള കാര്യം പറ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി വെളിപ്പെടണം. പിടുത്തം കിട്ടിയ അഭിഷേകം നല്ലതാ. അഭിഷേകത്തിൻ്റെ ഉദ്ദേശം എന്താ? അഭിഷേകത്തിൻ്റെ ഉദ്ദേശം അറിയാവുന്ന ഒരാൾ പറഞ്ഞോ? അഭിഷേകത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവവേല ചെയ്യാൻ. മനസ്സിലായോ? ദൈവത്തിൻ്റെ വചനം ക്രിസ്തു ഇങ്ങനെയാണ് പറയണത്, ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. കാരണം ഈ ലോകത്തിലെ സുവിശേഷം അറിയിക്കേണ്ടത്. സുവിശേഷം അറിയിക്കുന്ന ആരുടെ കീഴിലാണെന്നറിയാം? പിശാചിൻ്റെ കീഴിലാണ്. നിങ്ങൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവനെ അടിക്കും, തിരിച്ച് നിങ്ങളടിക്കും. അപ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് വേണം ചെല്ലാൻ. അല്ലാണ്ട് അഭിഷേകം സ്വർഗരാജ്യം അവകാശമാക്കാനുള്ളതല്ല. ആ അഭിഷേകം ഈ ലോകത്ത് നന്നായി ദൈവത്തിൻ്റെ വേല ചെയ്യാനുള്ളതാണ്. എന്നാൽ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇപ്പം പറഞ്ഞ സംഭവമില്ലേ, ദൈവപുത്രനാകാനുള്ള ആ അവസരം തന്നില്ലേ, ഇത് നമ്മുടെ ഉള്ളിൽ വളരണം. അത് നമ്മുടെ ആത്മാവിൽ നിന്നാണ് വളരുന്നത്. അഭിഷേകം നമ്മുടെ ജഡത്തിൻ്റെ മുകളിലാണ്. എന്നാൽ നമ്മൾ വീണ്ടും ജനനമില്ലേ, ജഡത്തിലല്ല, ആത്മാവിലാണ്. രണ്ടും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഒന്ന് അകത്തുനിന്നുള്ളത് നമ്മൾ മകനായി തീരാനാ, പുറത്തുനിന്നുള്ളത് ഈ ഭൂമിയിൽ ദൈവവേല ചെയ്യാനാ. അപ്പം രണ്ടും അതിൻ്റെ ബാലൻസിലെടുക്കണം. മനസ്സിലായോ? ഒന്നിന് അഭിഷേകം ഉള്ളതുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എന്നാൽ അഭിഷേകം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ലോകത്ത് ദൈവവേല ചെയ്യുവാനായിട്ട് കഴിയും. ദൈവവേല ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മക്കളെല്ലാം ആത്മാവിൽ വീണ്ടും ജനിക്കാനാണ്. തുടർന്ന് ഇവർ വളരണം. അതിന് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ ജനിക്കുന്ന മക്കൾ ചാപിള്ളകളായി പോകാനായിട്ടിടയാകും. വിളിക്കപ്പെട്ട അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. അപ്പോൾ ഈ ഒരു തലം അറിയണം. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ഭൂമിയിൽ എന്ത് നേടിയോ അതെല്ലാം ഒരല്പസമയം കൊണ്ട് നഷ്ടപ്പെടും. അല്പസമയം കൊണ്ട് നഷ്ടപ്പെടും. എന്നാൽ ഈ സുവിശേഷത്തിലൂടെ തരുന്ന നേടിയാൽ നിത്യം നിലനിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ ദൈവ കുടുംബത്തിലെ അവകാശം നേടണം. അപ്പോൾ അവകാശം നേടാനുള്ള വിശ്വാസവും ലൈനും കറക്റ്റാക്കി ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, കറക്റ്റാക്കി. അത് യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം അന്വേഷിക്കുന്നത്. മതക്കാരെയല്ല, സംഘടനക്കാരെയല്ല, ഗ്രൂപ്പുകാരെയല്ല, തല്ലുപിടിക്കുന്നവരെയല്ല. ദൈവം അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളെയാണ്. ഹെബ്രായ ലേഖനം 2:10 കൂടി വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അന്വേഷിക്കുന്നത് മക്കളെയാ, ദൈവത്തിൻ്റെ മക്കളെ. അപ്പോൾ അപ്പൻ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണേ, എൻ്റെ അപ്പൻ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ പിള്ളേർ പറയും എൻ്റെ അപ്പൻ കോൺട്രാക്ടറാണ്. നിൻ്റെ അപ്പൻ എന്ത് ചെയ്യണം? എൻ്റെ അപ്പൻ ഡ്രൈവറാണ്. നിൻ്റെ അപ്പനോ? എൻ്റെ അപ്പൻ ഷിപ്പ്യാർഡില്ല. നിൻ്റെ അപ്പനോ? എൻ്റെ അപ്പൻ മേശരിപ്പണിക്കാരനാ. ക്രിസ്ത്യാനിറ്റി ചോദിക്കാം, നിങ്ങളുടെ അപ്പൻ എന്നാ ചെയ്യണേ? ഞങ്ങളോട് ഭാഷ പറഞ്ഞ് സ്തുതിക്കാൻ ഞങ്ങൾ സ്തുതിക്കും. ഇതുപോലെ വ്യക്തമായിട്ട് മനസ്സിലായി, എൻ്റെയും നിങ്ങളുടെ അപ്പൻ എന്ത് ചെയ്യുക, അതാ അപ്പൻ്റെ ഇഷ്ടം. അവിടെ പറയുന്നു അപ്പൻ മക്കളെ ഒരുക്കുകയാ, ദൈവപുത്രന്മാരെ ഉണ്ടാക്കുകയാ.
ഇതാണ് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ആ പുത്രനായി ഞാൻ മാറണം. ഇന്ന് ഞാൻ മനുഷ്യപുത്രനാണ്, എന്നാൽ എനിക്ക് യേശുവിനെ സ്വീകരിച്ചതിലൂടെ ദൈവപുത്രനാകാൻ അധികാരം കിട്ടി. വായിച്ച എബ്രായർ 2:10, ഇത് മറന്നു പോകരുത്. എബ്രായർ 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഹല്ലേലൂയ. മറന്നുപോകരുത്. മക്കൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വേർഡ് ഇത്. അണ്ടർലൈൻ. നിങ്ങളെ മതക്കാരാക്കുകയല്ല, സംഘടനക്കാരാക്കുകയല്ല, ഗ്രൂപ്പുകാരാക്കുകയല്ല. ദൈവം എന്താ ചെയ്യണേ ബ്രദറെ? ദൈവം എന്താ ചെയ്യണേ? ബസ്സിൽ കയറി ഇരിക്കുന്ന ആളോട് ചോദിക്കണേ എങ്ങോട്ടാ പോണേന്നായി ചോദിക്കണേ. നമ്മൾ ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാവും, ഈ ഒരു കാര്യം മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടി വായിക്കേ. സകലത്തിനും കാരണഭൂതനും ലാക്കും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അപ്പൊ ദൈവം എന്താ ചെയ്യണേ? ആരെ? പുത്രന്മാരെ, ദൈവപുത്രന്മാരെ ഒരുക്കുകയാണ് ദൈവം. മനസ്സിലായോ? എൻ്റെ അപ്പൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, എൻ്റെ അപ്പൻ ദൈവപുത്രന്മാരെ ഒരുക്കുക. ഭൂമിയിലെ അപ്പൻ കോൺട്രാക്ടറാണ്, മെയ്സനാണ്, ഷിപ്പ്യാർഡിലാണ്, ഒക്കെ. സ്വർഗത്തിലെ അപ്പനോ? എൻ്റെ അപ്പൻ പുത്രന്മാരെ ഒരുക്കുകയാണ്. എവിടെയാണ്? എന്നിൽ. മനസ്സിലായോ? എന്നിൽ ഒരുക്കണേ. എങ്ങനെ? ക്രിസ്തുവിലൂടെ. ഇവിടുത്തെ ക്രിസ്തു മുഖാന്തരം ഒരുക്കുക. അപ്പോൾ അവസാനം ഞാൻ ജയിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ഈ ഒരു കാര്യം പ്രിയ കുഞ്ഞുങ്ങളെ മറക്കരുത്. ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസം മറക്കരുത്. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതാണ് നിങ്ങളുടെ വീണ്ടും ജനനം. വീണ്ടും ജനിച്ചത് ഒരു എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കാനല്ല, വീണ്ടും ജനിച്ചത് സ്വർഗരാജ്യത്തിൽ ചെന്ന് അവസാനിക്കാനാണ്. അതാണ് ലക്ഷ്യം. ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയേ ബ്രദറെ? കണ്ണാടിയിട്ട നരച്ച മുടിയുള്ള കണ്ണാടിയിട്ട ബ്രദർ. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ എന്താ കിട്ടി? നിത്യജീവൻ കിട്ടി. തീർച്ചയായും നിത്യജീവൻ കിട്ടി. അത് എന്തിനാണ് നിത്യജീവൻ? എന്തിനാണ്? ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു വചനം വെച്ച്. യോഹന്നാൻ 1:12 നമ്മളിപ്പോൾ വായിച്ചല്ലോ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. ദൈവ മക്കൾക്കാണ് നിത്യജീവൻ. മനസ്സിലായോ? ദൈവ മക്കളാകാൻ അധികാരം കിട്ടി. ആ മക്കൾക്ക് അവർ നിത്യജീവൻ എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ജീവനുണ്ട്. ആ ജീവൻ എന്തല്ല? നിത്യമായത് അല്ല. മനസ്സിലായോ? ഇത് കണ്ടോ, ഇതിന് ജീവനുണ്ട്. ഏതാ? ഈ പോളയ്ക്ക് ജീവനുണ്ട്. പക്ഷേ ഇത് എന്തല്ല? നിത്യമായത് അല്ല. അതിപ്പോൾ തന്നെ പൊടിഞ്ഞ് തീരും. പക്ഷേ ഇതിനെന്തുണ്ട്? ഇതിന് ജീവനുണ്ട്. 2 ജീവനുണ്ട്. ഒന്ന് പുറത്ത്, ഞാൻ തൊട്ടപ്പോൾ തന്നെ പൊളിഞ്ഞു തുടങ്ങി. പുറത്തുള്ളൊരു ജീവൻ, അത് പൊളിഞ്ഞു പോവുക. എന്നിട്ട് അകത്തൊരെണ്ണമുണ്ട്, അത് നിത്യം വളരാനുള്ളതാണ്. വൃത്തം കിട്ടിയോ? അപ്പോൾ ഇത് ഞാൻ നട്ട് കഴിഞ്ഞാൽ ഇതിന് മരമാകാനുള്ള അധികാരം, ഒരു അവക്കാഡോ വൃക്ഷമാകാനുള്ള അധികാരം കിട്ടി. ഇതേപോലെ തന്നെയാണ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിനകത്ത് വിശ്വസിക്കുന്ന നമുക്ക് ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരം കിട്ടിയിട്ടുള്ളൂ. അധികാരം. അതാണ് നാം വിശ്വാസം. തുടർന്ന് നാം ആ വിശ്വാസത്തിൽ തന്നെ യേശുവാണ് എൻ്റെ തല, ഞാൻ യേശുവെ അനുസരിച്ച് ജീവിക്കണം, യേശുവെ അനുഗമിച്ച് ജീവിക്കണം. യേശുവെ സ്തുതിച്ചാൽ മാത്രം പോരാ, യേശുവെ അനുഗമിച്ച് അനുസരിക്കണം. അങ്ങനെ ഞാൻ ജീവിച്ചാൽ എൻ്റെ ഉള്ളിൽ ആ യേശു അല്ലെങ്കിൽ ദൈവപുത്രൻ വളരാൻ തുടങ്ങും. ആ വളരുന്ന വ്യക്തിത്വമാണ് അതിനെയാണ് ജയം പ്രാപിക്കുക എന്ന് പറയുന്നത്. ആ വ്യക്തിത്വമാണ് നിത്യം ജീവിക്കുന്നത്. ശ്രദ്ധിച്ച്, ഈ വിത്തിൻ്റെ ഉള്ളിലെ ആ ജീവനുണ്ടല്ലോ, ഈ മാങ്ങാണ്ടിയുടെ ഉള്ളിലൊക്കെ ജീവൻ കണ്ടിട്ടില്ലേ? നിങ്ങളിത് കണ്ടിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ ജീവൻ പുറത്തേക്ക് തള്ളി അതെന്താകും? ഈ പുറം ചത്തുപോകും ഇല്ലേ? ആ വിത്തിൻ്റെ പുറം പോവും. പക്ഷെ അകത്തുള്ള ജീവൻ എന്തായി മാറും? ഒരു മരമായി മാറുന്നത് പോലെ ആ മരത്തിൽ ധാരാളം കായുണ്ടാവും. ആ കായുടെ ഉള്ളിലൊക്കെ നിറച്ച് വീണ്ടും മരം ഉണ്ടാവും ഇല്ലേ? അങ്ങനെ അത് നിത്യമായി വളരും. ഇതേപോലെ നമ്മളുടെ ഉള്ളിൽ ദൈവപുത്രൻ വന്നിട്ടുണ്ട്. ആ ദൈവപുത്രനെ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ, അനുഗമിച്ച് ജീവിക്കുമ്പോൾ ഈ പുത്രത്വം വളരാൻ തുടങ്ങും. നമ്മൾ ഈ ശരീരത്തിൽ മരിച്ചു പോയാലും ആ പുത്രൻ നിത്യം ജീവിക്കും. ഇതിൻ്റെ തെളിവാണ് യേശുവിനെ കാൽവരി ക്രൂശിൽ യാഗമാക്കി കൊന്നുകളഞ്ഞു. ആര്? അന്നത്തെ മതം കൊന്നുകളഞ്ഞു. ഈ ഒരു യഥാർത്ഥ ദൈവപുത്രനായാൽ ചുറ്റുമുള്ളവർക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല. അവർ നിന്നെ എന്ത് ചെയ്യും? ഉപദ്രവിക്കാൻ തുടങ്ങും. അവരവസാനം എന്ത് ചെയ്യും? കൊന്നുകളയും. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയാമോ? റോമാ 1:3 റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
അവിടെ പറയാണ്, അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവർ കൊന്നു. പക്ഷേ ആരെയാ കൊന്നേ? ഈ മനുഷ്യപുത്രനായ ദൈവപുത്രനെ അവർ കൊന്നു. അതിൽ മനുഷ്യൻ മരിച്ചു, ദൈവപുത്രൻ മരിക്കില്ല. ഇതാണ് വിഷയം. ഇതിൻ്റെ പുറം പോകും, പക്ഷെ അകം മരിക്കില്ല. അകം നിത്യമായി ജീവിക്കേണ്ടതാ. അപ്പോൾ പുറം കൊന്നു, പക്ഷേ കുഴിച്ചിട്ടു, വിത്ത് കുഴിച്ചിട്ടുന്ന പോലെ കുഴിച്ചിട്ടു, അതങ്ങ് മുളച്ചു പൊങ്ങി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പിടുത്തം കിട്ടിയ? അപ്പോൾ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ നിനക്ക് പരാജയമാണ്, എന്നാൽ തീരെ ദൈവപുത്രനായിരിക്കുന്നത് നിന്റെ ജയമാണ്. പിടുത്തം കിട്ടിയ? ആ 1:5 വായിച്ച് ഇത് വ്യക്തതയോടെ മനസ്സിലാക്കിയത് അപ്ലൈ ചെയ്യണം ജീവിതത്തിൽ. റോമ 1:5 ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനല്ലോ. ജഡ സംബന്ധിച്ച് മനുഷ്യൻ്റെ മകൻ, എന്നാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൻ്റെ മകനെന്ന് എപ്പോഴും ശക്തിയോടെ നിർണയിച്ചു? ഉയർത്തെഴുന്നേറ്റപ്പോൾ. മനസ്സിലായോ? കാരണം ദൈവത്തിൻ്റെ മകനെ കൊല്ലാൻ പറ്റൂല. നീ ദൈവത്തിൻ്റെ മകനാ ക്രിസ്തുവിൽ. പിടുത്തം കിട്ടിയ? നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. നിൻ്റെ ശരീരത്തെ കൊല്ലാം, പക്ഷെ നിൻ്റെ ഉള്ളിലുള്ളവനെ കൊല്ലാൻ പറ്റത്തില്ല. ആ ഉള്ളിലുള്ളവനിലാണ് പ്രിയ മകനെയും മകളെ നിൻ്റെ ജീവൻ. ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞിട്ട് നീ ഇനി മരണത്തിൻ്റെ മോളിൽ ജീവിക്കണം. എവിടെ ജീവിക്കണം? മരണത്തിൻ്റെ മോളിൽ ജീവിക്കണം. ഈ ശരീരത്തിലല്ലേ മരണമുള്ളൂ, നീ ദൈവപുത്രനിൽ ജീവിക്കണം, മരണത്തിൻ്റെ മോളിൽ. ഹല്ലേലൂയ. ഇതാ യേശു പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവനെ അവൻ മരിച്ചാലും ജീവിക്കും. അവൻ ശരീരത്തിലേ മരിക്കുള്ളൂ, പക്ഷേ അവൻ വീണ്ടും ജീവിക്കുക, കാരണം അവൻ ദൈവപുത്രനാണ്. ഹല്ലേലൂയ. ഇനി മുതൽ മരണത്തിൻ്റെ മോളിൽ ജീവിക്കുക, ദൈവപുത്രനായി ജീവിക്കുക. 1 യോഹന്നാൻ 5:4 പറയുന്നു, അങ്ങനെ നീ ജീവിച്ചാൽ നീ ഈ ലോകത്തെ ജയിക്കും. ദൈവത്തിന് ജനിക്കുന്നതൊക്കെ ഈ ലോകത്തെ ജയിക്കുന്നു. അങ്ങനെ ജീവിച്ചാൽ ലോകത്തെ ജയിക്കും. അതാണ് നമ്മളുടെ 2ാമത്തെ ഈ പുസ്തകം, ജയിക്കാനായി വീണ്ടും ജനിച്ചവർ. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചത് ദൈവത്തിൻ്റെ പുത്രനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ ഭൂമിയിൽ ജനിച്ചത് മനുഷ്യൻ്റെ പുത്രനാണ്. മനുഷ്യൻ്റെ പുത്രൻ ജനിച്ചത് തന്നെ തോക്കാനാ, മരിക്കാനാ. ദൈവത്തിൻ്റെ പുത്രൻ ജനിച്ചത് തന്നെ നിത്യം ജീവിക്കാനാ. അതുകൊണ്ട് നിൻ്റെ ഉള്ളിൽ 2 ജീവനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പുറമേ ക്ഷയിക്കുന്ന മനുഷ്യനുണ്ട്, അകമേ നിത്യം ജീവിക്കുന്ന ദൈവപുത്രനുണ്ട്. ക്ഷയിക്കുന്ന മനുഷ്യൻ, അവന് ജീവൻ കിട്ടിയത് ജനനത്തിൽ നിന്നാണ്. എന്നാൽ അകത്തുള്ള ദൈവപുത്രനുണ്ടല്ലോ, അവന് ജീവൻ കിട്ടിയത് മരണത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്ന് ജീവൻ കിട്ടിയ, ഇനി അവന് മരണമില്ല. ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞിട്ട് പഴയവനിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, പുതിയവനിൽ ഫോക്കസ് ചെയ്യുക. മരണത്തിൻ്റെ മുകളിൽ ജീവിക്കാൻ പഠിക്കുക. എങ്ങനെ? മരണത്തിൻ്റെ മുകളിൽ ജീവിക്കാൻ പഠിക്കുക. ദൈവപുത്രനിൽ ജീവിക്കുവാൻ പഠിക്കുക. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ദൈവപുത്രനിൽ ജീവിക്കാൻ ഞാൻ പഠിക്കണം. അടുത്താക്കി ഷൈക്കാനോട് പറ, ദൈവപുത്രനിൽ ജീവിക്കാൻ പഠിക്കാൻ പറ. ഹല്ലേലൂയ. ദൈവപുത്രനിൽ ജീവിക്കണം. ഇനി അതായത് അകത്തുള്ള ജീവനിൽ ജീവിക്കണം. പുറത്തുള്ളത് പരാജയപ്പെടാനും മരിക്കാനുള്ളതാ, എന്നാൽ അകത്തുള്ളത് ജയിക്കാനുള്ളതാ. അങ്ങനെയെങ്കിൽ പുറത്തുള്ളതിൻ്റെ പല ആവശ്യങ്ങൾ, നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടല്ലേ? പുറത്തുള്ളതിൻ്റെ ആവശ്യം ക്ഷയിച്ചു പോവുകയാണ്. ഈ ക്ഷയിക്കുന്നതിന് പല ആവശ്യങ്ങളുണ്ട്. യേശുക്രിസ്തു പറയണ, ഈ ദൈവരാജ്യം അന്വേഷിച്ച്, അകത്തുള്ളത് ദൈവരാജ്യവും പുറത്തുള്ള ലോകമാണ്. ഈ ദൈവരാജ്യം അന്വേഷിച്ചാൽ മതി, ഇതിൻ്റെ പുറത്തുള്ളതിന് വേണ്ടത് നൽകപ്പെടും, ഓട്ടോമാറ്റിക് സപ്ലൈ ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആ ടെക്നോളജി. ടെക്നോളജി മനസ്സിലാക്കിയാൽ മതി. നമ്മളങ്ങനെയല്ല, പുറത്തുള്ളതെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അകത്തുള്ളതിലേക്ക് തിരിയും. അതാണ് ഭക്തന്മാർ. അങ്ങനെയല്ല യേശു പറഞ്ഞത്, ആദ്യം അകത്തുള്ളത്, അതോടുകൂടി പുറത്തുള്ളത് ഓട്ടോമാറ്റിക് പരിഹരിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആദ്യം വൃക്ഷത്തിൻ്റെ വേര് ഭാഗം കറക്റ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് അതിൻ്റെ ഷൂട്ട് ഭാഗം കറക്റ്റ് ചെയ്യപ്പെടും, ഫലമായി തീരും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ അകത്തേക്ക് നമുക്ക് തിരിയാം. നമ്മളെല്ലാം ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചവരാണ്, ദൈവപുത്രന്മാരാണ്, മരണത്തിൻ്റെ മുകളിൽ ജീവിക്കേണ്ടവരാണ്. ഇതുകൊണ്ടാണ് സ്വർഗസ്ഥ പിതാവ് നമ്മളെ ക്ഷണിക്കുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവിനോട് വീണ്ടും ജനിച്ച് മരിച്ചിരിക്കുന്നുവെങ്കിൽ വരിക, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അതുകൊണ്ട് ഉയരത്തിലുള്ള ചിന്തിപ്പാൻ നമ്മളെല്ലാവരെയും ദൈവം ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. മരണമില്ലാത്ത ദൈവത്തിൻ്റെ മകനാണ്. അടുത്ത വ്യക്തിക്ക് ക്ഷയിക്കാൻ്റെ അടുത്ത് പറ, ഞാൻ മരണമില്ലാത്ത ദൈവത്തിൻ്റെ മകനാന്ന് പറ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ പറഞ്ഞു, ഒന്ന് മനസ്സിലായി, ഞാൻ മരണമുള്ള ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നു, പക്ഷെ ഞാൻ മരണമില്ലാത്ത ദൈവത്തിൻ്റെ മകനാണ്. ഞാൻ മരിച്ചാലും ഞാൻ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ മരിച്ചാൽ ഞാൻ ജീവിക്കുകയാണ്.
എപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ രണ്ട് മനുഷ്യനുണ്ടെന്ന്? അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും. പിടുത്തം കിട്ടിയ ഇനി അകത്തെ മനുഷ്യരാൽ പുറത്തെ മനുഷ്യനെ ജയിച്ച് നടക്കുന്ന പദ്ധതിയാണ് ഇന്ന് നമുക്ക് ഉള്ളത്. അതൊക്കെ നമുക്ക് ദൈവം അനുവദിക്കുന്നു വരും കാലങ്ങളിൽ, വരും സമയം ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമ്മളെ ദൈവം പഠിപ്പിച്ച് തന്ന ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ വിശ്വാസം ഒന്ന് പരിശോധിക്കുക. എൻ്റെ വിശ്വാസം എന്നെ അവകാശത്തിലെത്തിക്കുമോ അതോ എൻ്റെ അവകാശത്തിന് തടസ്സമാണോ? ഹല്ലേലൂയ. നമ്മളെ തന്നെ പരിശോധിക്കുക, അവനവനെ തന്നെ പരിശോധിക്കുക. എന്നിട്ട് ലക്ഷ്യത്തിലേക്ക്, റൈറ്റ് ഫെയ്ത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുക. രോഗസൗഖ്യമാകാൻ അതിൻ്റെ ഫെയ്ത്താണ്, എന്നാൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ അതിൻ്റെ ഫെയ്ത്താണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ആക്കരുത്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. അതെ, തീർച്ചയായും നിൻ്റെ വിശ്വാസം രക്ഷിക്കും. നീ എന്തിനു വേണ്ടിയാണ് വിശ്വസിച്ചത് അതിലേക്ക്. ഹല്ലേലൂയ. അപ്പോൾ റൈറ്റായിട്ട് അവകാശത്തിന് വേണ്ടി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഒരുക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ഇനി ഒരല്പസമയം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അല്പസമയമാണ്. നമുക്കതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവസന്ധിയിൽ എല്ലാവരും എഴുന്നേറ്റാണ്. ഓ ഫാദർ, വി താങ്ക് യു, വി ഗീവ് യു ഗ്ലോറി. ഹല്ലേലൂയ. ലവ് യു ഡാഡ്, ലവ് യു അപ്പ. ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ ദൈവം മതിയായവനാണ്. യേശു ക്രിസ്തു പറഞ്ഞ ആ രംഗം നിങ്ങൾ ഓർക്കണം. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ നിൻ്റെ ഈ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, അതെല്ലാം പിതാവിനെ അറിയാം. ആ പിതാവിൻ്റെ അടുക്കലേക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏൽപ്പിക്കുക. അപ്പനോട്, ഞാനുമായിട്ടല്ല നിങ്ങളുടെ ബന്ധം, സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിൽ നിങ്ങൾ ഒന്നായി തീരുകയാണ്. ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരിക. ഇതിന് ഈ കർത്താവോട് പറയുക, കർത്താവ് ഈ കേട്ട സന്ദേശത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കാൻ ഇതാ എൻ്റെ ഹൃദയത്തെ അങ്ങ് പഠിപ്പിക്കണമേ. ഇത് മറന്നു പോകാനല്ല, ഇത് ഞാൻ നിത്യമായി ഓർത്ത് അങ്ങയുടെ സന്നിധിയിലെത്തുവാൻ എന്നെ അങ്ങ് പഠിപ്പിക്കണമേ. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഓ ഫാദർ, വി താങ്ക് യു, വി ഗീവ് യു ഗ്ലോറി. ഹല്ലേലൂയ.